പടം ബോറാണ്. ആക്ഷൻ പരിപാടി പറ്റില്ല. ആക്ഷൻ വലിയ സുഖമൊന്നുമില്ല. ഇല്ല. സ്ക്രിപ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? രസമില്ല. അത് ബോറായിട്ട് അത്ര പറയാൻ ലാഗോടാണ്. സ്റ്റാഫൊക്കെ നല്ല ലാഗാണ്. സ്ലോ ആണ് കംപ്ലീറ്റ്. കൊള്ളത്തില്ല. എന്താണ് അവർക്ക് ഒരു കാര്യമില്ല, വെറുതെ ഉറക്കം കളഞ്ഞു. കൊള്ളാം. ആക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട്? ആക്ഷനൊക്കെ അടിപൊളിയാണ്. ഇമോഷൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ഇമോഷൻ നല്ലതാണ്. ഹോളിവുഡ് സ്റ്റൈലിൽ നല്ല സൂപ്പറാണ്. അല്ല സബ് ടൈറ്റിൽസിന്റെ വളരെ വലിയ ട്വിസ്റ്റ് ഒന്നും ഇല്ല, പക്ഷെ നല്ല പടം. വലിയൊന്നുമില്ല, കണ്ടിരിക്കാം. അത് അത്ര ഉള്ളത് തോന്നാനായിട്ടൊരു ഫീല് ഒന്നും വർക്ക് ആയില്ല വല്ലതായിട്ട്. മേക്കിംഗ് അടിപൊളിയായിരുന്നു. മേക്കിംഗ് കൊള്ളായിരുന്നു. ലൈക്ക് എല്ലാ ഗ്രേഡിങ് ഉൾപ്പെടെ എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ സ്റ്റോറി കുറച്ചുകൂടി ബെറ്റർ ആവായിരുന്നു എന്നൊരു തോന്നുന്നു. സ്റ്റോറി ഓക്കെ ആയിട്ട് തോന്നിയില്ല. സ്ക്രിപ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? അതാ പറഞ്ഞത്, ഒരു തുടക്കം ഫസ്റ്റ് ഹാഫ് കൊണ്ടുപോയി നിർത്തിയ പൊസിഷൻ സെക്കൻഡ് ഹാഫ് വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടി ഗ്രിപ്പ് നിന്ന് ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു. ഷോക്ക് അടിച്ച്. ആക്ഷൻ പരിപാടിയൊക്കെ എങ്ങനെ വന്നു? ആക്ഷൻ നൈസ് ആയിരുന്നു. ആക്ഷൻ നൈസ് ആയിട്ട് മേക്ക് ചെയ്തിരുന്നു. പക്ഷെ മേക്കിംഗ് വൈസ് നൈസ് ആണ്. പക്ഷെ നമുക്ക് സ്ക്രിപ്റ്റിന്റെ കുറച്ച് വീക്ക്നെസ് സ്ലോ ആയിപ്പോ അല്ലേ? സ്ലോ എന്നല്ല, എന്തോ ഒരു ഗ്രിപ്നെസ് കിട്ടുന്നില്ലായിരുന്നു. ഗ്രിപ്പ് കിട്ടുന്നില്ല. അല്ല ലാംഗ്വേജ് എന്തെങ്കിലും ഇഷ്ടമായിട്ട് തോന്നിയ? അതും സബ് ടൈറ്റിൽ വെക്കായിരുന്നു. ലൈക്ക് സബ് ടൈറ്റിൽ ലൈക്ക് കേരളത്തിൽ ഇറക്കുന്ന നോക്കി എന്നാലും തമിഴ് സബ് ടൈറ്റിൽ വെച്ച് നമുക്ക് എങ്ങനെ മനസ്സിലാവാന്നുള്ളത് അങ്ങനത്തെ ഒരു ഇത് വന്നു. അത് ഭയങ്കര ഷോക്കായിരുന്നു. ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ എങ്ങനെ മിനിമം ഉണ്ടായിരുന്നേ കുഴപ്പമില്ലായിരുന്നു. ഇത് ഒരുമാതിരി എന്ത് ഭാഷ അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ബോറിംഗ് തോന്നിയല്ലോ. അതെന്ത് ഒന്നും മനസ്സിലാവില്ല, വെറുതെ നോക്കിക്കൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. അജിത്തിൻ്റെതായിട്ടുള്ള ഒരു അടിച്ചുപൊളി ഇതൊന്നുമില്ല. ഫാമിലി ആയിട്ട് കാണാനൊന്നും പറ്റും. മേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല. സബ് ടൈറ്റിൽസ് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? ഗുമ്മായിട്ട് എനിക്ക് തോന്നിയില്ല. കുഴപ്പമില്ല പടം, കണ്ടിരിക്കാം. പാട്ട് കുഴപ്പമില്ലെന്നേ ഉള്ളൂ. ഈ പറയുന്ന പോലെ അജിത്ത് നല്ല രസമുണ്ട്. അജിത്തിന് കൊടുത്ത സാധനം അജിത്ത് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അവർ കൊടുത്ത എല്ലാവരുടെയും ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എവിടെയും എന്തോ സാധനം കിട്ടാത്ത പോലെ എനിക്ക് പേഴ്സണലി തോന്നി. ഒരു ആവറേജ് പടം, കുഴപ്പമില്ല എന്നുള്ള രീതിക്കാണ് എനിക്ക് തോന്നിയത്. കൂടുതൽ എനിക്ക് അത്ര ഒരു ഗൂസ് ബമ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞ അഡ്രിനൽ തോന്നിയില്ല. അജിത്തിന്റെ മങ്കാത്തിയൊന്നും പ്രതീക്ഷ കൊണ്ടല്ല വന്നത്. പക്ഷെ എവിടെ ഒരു സാധനം തോന്നി. മകിഴ് തിരുമേനിയുടെ പടമൊക്കെ ആയതുകൊണ്ട് അത് കിട്ടിയില്ല. ട്വിസ്റ്റ് പ്രതീക്ഷിച്ച്, പക്ഷെ അതെല്ലാം പ്രഡിക്റ്റബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. വലിയ ഭീകരമായ ട്വിസ്റ്റ് ഒന്നും എനിക്ക് തോന്നിയില്ല. ഞാൻ പറഞ്ഞല്ലോ, മങ്കാത്ത ലെവലല്ല പ്രതീക്ഷ കൊണ്ട് വന്നത്. എന്നാലും നമുക്കറിയാം ഇത് ഇങ്ങനെയൊക്കെ എത്തിയ കൊള്ളാൻ നമുക്കൊരു ആഗ്രഹം കാണുമല്ലോ. അതൊന്നും വന്നില്ല. അനിരുദ്ധും ഈ പറയുന്ന പോലെ ആ പടത്തിന് ആവശ്യമായിട്ടുള്ളത് അനിരുദ്ധ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതന്നെ അർജുൻ തല കോമ്പിനേഷൻ ഒക്കെ വന്നപ്പോ അങ്ങനെ ഭീകര പരിപാടിയൊന്നും ഇല്ല. പിന്നെ അജിത്ത് ഇതിൽ ഭയങ്കര സെറ്റിലായിട്ടാണ്. അജിത്ത് ഭയങ്കര മറ്റേ പടം നമ്മള് കണ്ട അജിത്ത് പടങ്ങളിലെ പോലെ ഒന്നും അല്ല. അജിത്ത് ഭയങ്കര ഡിഫറെന്റ് ആണ്. ഇതിൽ ആക്ഷൻ പരിപാടിയൊക്കെ ആണെങ്കിലും ആക്ഷൻ കൊള്ളാം. ആക്ഷൻ രസമുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ വിശ്വാസം, വേതാളം, വിവേകം, തുനിവ് അതൊക്കെ നോക്കുമ്പോ ഇത് കൊള്ളാം. അതല്ല മേക്കിംഗ് വൈസ് ഒക്കെ കൊള്ളാം. ഹോളിവുഡ് റേഞ്ച് ഒക്കെ ഉണ്ട്, രസമുണ്ട്. അതൊക്കെ ഉണ്ട്. അല്ല ലാംഗ്വേജ് ഇഷ്യൂ ഉണ്ട്. അത് ഈ പറയുന്ന പോലെ മെയിൻ ഇവന്റ്സ് എല്ലാം നടക്കുന്നത് വേറെ ലാംഗ്വേജിലാണ്. അത് എഴുതി കാണിക്കണ തമിഴിലാണ്. അതൊന്ന് ഇംഗ്ലീഷിലോ എന്തെങ്കിലും ഒന്ന് എഴുതി കാണിച്ചിരുന്നെങ്കിൽ ഇതൊരു അജിത്ത് എന്ന് പറയുന്ന വലിയൊരു ആക്ടറിനെ വെച്ചെടുക്കുന്ന പടമല്ലേ. ഇത്രയും സ്ഥലങ്ങളിൽ ഈ പടം പോകൂലേ. അപ്പൊ പിന്നെ അതൊന്നും അവർക്ക് കൺസിഡർ ചെയ്യായിരുന്നു. ആൾക്കാർ പിന്നെ എങ്ങനെ മനസ്സിലാക്കും? ഈ കേരളത്തിലേക്ക് ഈ പടം കൊണ്ടിട്ട് കഴിഞ്ഞിട്ട് സബ്ടൈറ്റിൽ പോലും ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ മനസ്സിലാക്കും. കുറെ ഇവന്റ്സ് നമ്മളിങ്ങനെ കൈയും കെട്ടി നോക്കിയിരുന്ന് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല അതെന്താണ് അവർ പറയുന്നത്. അതെന്നിട്ട് തമിഴിൽ എഴുതി കാണിച്ചേക്കുന്നത്. മനസ്സിലാവേണ്ട, അത് എന്തിനാണ് ഈ പടം ഇറക്കുന്നത് ആൾക്കാർക്ക് മനസ്സിലാവാം. അതവർ കൺസിഡർ ചെയ്തിട്ടില്ല. അതൊരു ഇഷ്യൂ ആയിരുന്നു. അത്രേ ഉള്ളൂ. അനിരുദ്ധിന്റെ മ്യൂസിക് ഒക്കെ കുഴപ്പമില്ലായിരുന്നു. ഞാൻ അനിരുദ്ധ് ഈ പടത്തിന് വേണ്ടിയിട്ടുള്ള ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അല്ല സ്കോറിംഗ് ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നല്ലോ. ആ പാട്ട് കൊള്ളാം. അതൊക്കെ പ്ലേസ് ചെയ്യുന്നുണ്ട്. അത് രസമുണ്ട്. അതെല്ലാം ആക്ഷൻ സീൻസ് ഒക്കെ രസമുണ്ട്. അത്രേ ഉള്ളൂ. ലാംഗ്വേജിന്റെ ഒരു ചെറിയ ഷോകം വന്നായിരുന്നു. കാരണം നമുക്ക് തമിഴ്നാട്ടിലാണെങ്കിൽ ഓക്കെ, അവരങ്ങനെയാണ്. ഇവിടെ വരുമ്പോ നമുക്ക് വേറെ ഭാഷയാണ്. പക്ഷെ കാണുമ്പോ കഥ മനസ്സിലാവും. പക്ഷെ എക്സാക്ട് എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം നമുക്ക് കിട്ടത്തില്ല. അതുകൂടെ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇമ്പാക്ട് വന്നേനെ നമ്മൾ കാണുന്ന ഒരാൾ. ആക്ഷൻ വൈസ് അടിപൊളി. ആക്ഷൻ വൈസ് വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ക്വാളിറ്റിയാണ്, മേക്കിംഗ് ക്വാളിറ്റി അതാണ് പറയാൻ. ഹോളിവുഡ് റേഞ്ച് ഒക്കെ ഉണ്ടോ? ഹോളിവുഡ് റേഞ്ച് ആണ്. രസമുണ്ട്, നല്ല രസമുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മള് ഫാൻസിന് അങ്ങനത്തെ കൊമേഴ്ഷ്യൽ സാധനമല്ല, വർക്കാണ്. ഒരു ആസ് എ ഫിലിം എന്നുള്ള രീതിയിൽ നല്ല രീതിക്ക് വർക്ക് ചെയ്ത ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സ്വീറ്റ് ഡ്രാമാറ്റിക് ലവ് ഫൈറ്റ് സീൻ ഒക്കെ നല്ല സിനിമ. ഇമോഷൻസ് ഒക്കെ എങ്ങനെയുണ്ട്? കൊള്ളാം, കുഴപ്പമില്ല. ആക്ഷൻ പരിപാടി ആക്ഷൻ ഉണ്ട്, നല്ല രീതിയിലുണ്ട്, അത്യാവശ്യം ഉണ്ട്.
ഭാഷ മനസ്സിലാകാതിരിക്കുന്നുള്ളതൊക്കെ. അതിലൊരു ചെറിയൊരു അത് തമിഴിലാണ് അവര് ഇട്ടിരിക്കുന്നത്. അതില് സബ് ടൈറ്റിൽസ് കൊടുത്തിരിക്കുന്നത് തമിഴില്ല. മനസ്സിലാകുന്നില്ല അതൊന്നും. അങ്ങനെയൊന്നും കുഴപ്പമില്ല, നല്ല സിനിമ. പടം കുഴപ്പമില്ല, കൊള്ളായിരുന്നു. എന്ത് തോന്നി കണ്ടു കഴിഞ്ഞപ്പോ? കണ്ടു കഴിയുമ്പോ എന്ത് തോന്നി പടത്തിന്റെ? കുറച്ചുകൂടെ ഒക്കെ മെച്ചപ്പെടുത്തായിരുന്നു.